ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ സോസേജ് തയ്യാറാക്കാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയത് ഞാൻ എല്ലില്ലാത്ത ചിക്കൻ ഒരു 300 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. ഇത് 300 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സോയാ ചങ്ക്സ് വേണം. ഇത് നമുക്കൊരു 25 ഗ്രാം മതി കേട്ടോ. ഇതൊരു 50 ഗ്രാമൊക്കെ ഉണ്ടാവും. ഒരു 25 ഗ്രാമിൻ്റെ ആവശ്യം നമുക്കുള്ളൂ കേട്ടോ, കുറച്ച്. അപ്പോൾ ആദ്യം നമുക്ക് സോയാ ചങ്ക്സ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അപ്പോൾ അത് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഒന്ന് കുതിരട്ടെ കേട്ടോ, ഒന്ന് കുതിർത്ത് വരണല്ലോ. അപ്പോൾ ഈ സമയം നമുക്കില്ലേ ഈ ചിക്കന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. മിക്സിന്റെ ചെറിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ വെച്ച് നന്നായി അരച്ചെടുക്കാം. അപ്പൊ അതേ നമ്മൾ നല്ലതുപോലെ നല്ല സ്മൂത്ത് ആക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടുവേ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയൊരു ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റും ആണേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചാലൊക്കെ കുറേ കാലം നമുക്ക് ഫ്രീസറിലൊക്കെ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇതേ സോയാ ചങ്ക്സ് ഇല്ലേ, ഇതേ കുതിർന്ന് വന്നിട്ടുണ്ട് ഈ സമയം തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണേ. ശരിക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചെടുത്താൽ മതി. ഈ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചത് മുഴുവൻ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച്, വളരെ കുറച്ച് മാത്രം മതിയേ. അപ്പോൾ ഇത്രേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ മാറ്റി വെക്കുകയാണേ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്കൊക്കെ ആവശ്യത്തിനുള്ള കുരുമുളക്, എരിവിന് ആവശ്യമുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം, പെപ്പർ പൗഡർ, അതുപോലെ സാൾട്ട്. നമുക്ക് പിന്നെ നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചാവുകൊണ്ട് നല്ല പേസ്റ്റ് ആക്കി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച് ചിക്കന് കുറച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നാക്കി അരച്ചെടുക്കാം കേട്ടോ. നന്നായി അരിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ചായി ശരിക്കും ഇങ്ങോട്ട് ചതുങ്ങിയല്ലേ നിൽക്കുള്ളൂ, ശരിക്കും ഇവിടെ അരിഞ്ഞ് കിട്ടൂലല്ലോ. അപ്പോൾ നല്ലോണം ഉണ്ടായാലും നല്ലോണം ഇവിടെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ അതേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലൊരു 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. അത് നമുക്ക് കുറച്ചൊരു നുള്ളിൽ ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഒന്നും കൂടി അങ്ങ് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് മൈദ, 1-2 സ്പൂണ് മതി കേട്ടോ. അപ്പൊ ഞാൻ 2 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിയാണ് കേട്ടോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ശരിക്കും ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ വാഴയുടെ ഇല വെട്ടണം കേട്ടോ. അപ്പോൾ ഇല നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇല വെട്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഗ്യാസിലോ അടുപ്പിലോ എങ്ങനെ വെച്ചിട്ടായാലും നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേ ഇലയൊക്കെ വാട്ടി നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് കയ്യൊക്കെ ഇങ്ങനെ തൊട്ട് ഉരുട്ടിയെടുക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തൊട്ടെന്ന് നമ്മളിതേ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉരുളകളാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് വാഴയുടെ ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ. ആ സോസേജിൻ്റെ ആകൃതിയിലാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ ആക്കി എടുത്തിട്ട് നമുക്ക് ഇനി വേണമെങ്കിൽ 2 തല വേണമെങ്കിൽ ചുരുട്ടി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചുരുട്ടി എടുക്കാം. അല്ലെങ്കിൽ അല്ലാതെ തന്നെ മതി കേട്ടോ. ശരിക്കും നമ്മൾ ചുരുട്ടി എടുക്കാറുണ്ടല്ലോ സാധാരണ കാണുന്നതൊക്കെ, അങ്ങനെ ചുരുട്ടി അത് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ.
അങ്ങനെ ആക്കിയെടുത്താൽ മതിയേ. അതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് വളരെ കുറച്ച് ഞാൻ ഒരു മിക്സിൻ്റെ ജാറിൽ, ആ ചെറിയ ജാറിലില്ലേ, മൊത്തത്തിൽ ഒന്നായിട്ട് എടുത്തിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് പിന്നെ റോസ്റ്റ് ആക്കിയിട്ടോ പൊരിച്ചിട്ടോ ഒക്കെ അങ്ങനെ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ നന്നായി വേവിച്ചെടുത്ത് അങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നമ്മൾ മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. പിന്നെ സോയാ ചങ്ക്സ് കുറച്ചങ്ങോട്ട് ചേർക്കുക എന്നുള്ളൂ, പക്ഷേ മെയിനായിട്ട് നമുക്ക് ചിക്കൻ തന്നെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ. അപ്പോൾ അതേ നമ്മളിത് മുഴുവനും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇഡ്ഡലി ചെമ്പിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് പിന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ മതി കേട്ടോ. നമുക്ക് ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് മതി കേട്ടോ, അതിലധികം ഒന്നും വേണ്ട. 20 മിനിറ്റ് അത്രയും മതി കേട്ടോ. അപ്പോൾ അതേ നമുക്ക് 20 മിനിറ്റായി ഞാൻ നന്നായി വേവിച്ചെടുത്ത് ശരിക്കും വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടുന്നുണ്ട്. നല്ലതാണ് കേട്ടോ. നമുക്കതൊന്ന് ഇറക്കി വെച്ചിട്ട് ചൂടാറിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ശരിക്കും ഉറപ്പായി വന്നിട്ടുണ്ടാവും, നന്നായി വെന്തിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അതെല്ലാം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ എടുത്ത് വെച്ച് അതായത് ചെറിയൊരു കുഞ്ഞ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ചെറിയൊരു ഇതിൽ വെച്ച് ഇലയിൽ അതിങ്ങനെ കഴിക്കാം കേട്ടോ. അങ്ങനെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണേ. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നല്ല മൂത്ത ചിക്കനൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വേവ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടാവുകയെ. അപ്പോൾ നിങ്ങൾക്ക് 25 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് വേവിക്കേണ്ടി അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പിന്നെ പല രീതിയിലും നമുക്ക് തീരെ വേവില്ലാത്താണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കും. കുറച്ച് വേവുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ വലിയ ചിക്കനൊക്കെയാണെന്ന് തോന്നിയാൽ അതിനനുസരിച്ച് വേവിച്ചെടുക്കും. ഒരു 20 മിനിറ്റ് എങ്ങനെയായാലും വേണ്ടി വരുള്ളൂ കേട്ടോ. കണ്ടോ, നമ്മൾ മുറിച്ചെടുത്തിട്ട് നല്ല ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് നല്ല സോസേജിൻ്റെ അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് റോസ്റ്റ് ആക്കിയും പിന്നെ അങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിൽ പ്രത്യേകിച്ച് മസാല ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നല്ല എരിവും ആവശ്യത്തിന്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.